ഒന്നും പറയാല്ല, അടിപൊളി പരിപാടി, അത്രേ ഉള്ളൂ. നമ്മുടെ ചങ്ക സബ്സ്ക്രൈബേഴ്സ് ആണ്. ഹലോ ഗൈസ്, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു മീറ്റപ്പ് വ്ളോഗുമായിട്ടാണ്. മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ കോളേജിലെ കുറേ ചെക്കന്മാർ, അതായത് ഒരു മാർച്ച് 13-നാണ് നമ്മൾ അവസാനമായിട്ട് കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടില്ല. അപ്പം ഇന്ന് ചെറിയൊരു മീറ്റപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അരീക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം ഇന്ന് കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല. അവിടെ പോകുന്നു, എല്ലാവരും ഒത്തൊന്ന് കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിരിയുന്നു. അതാണ് ഇന്നത്തെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാക്സിമം കഴിയുന്നിടത്തോളം എൻജോയ് ചെയ്ത് കവറപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ലോക്ക്ഡൗണൊക്കെ വന്നാലിപ്പം മീറ്റപ്പ് അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. കോളേജിൽ നിന്ന് വെച്ച് നടക്കുന്നില്ലല്ലോ. ഞങ്ങൾക്കൊന്നും ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പം സോഷ്യോളജിയാണ് ഞങ്ങൾ. അപ്പം ക്ലാസ് തുടങ്ങുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നിങ്ങൾ ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെ ഇതിലാണ് പോകുന്നത്. നമ്മൾ ഇതിലല്ല പോകുന്നത്. എൻ്റെ നമ്മളെ കോളേജിലത്തെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഓൻ്റെ കൂടെയാണ് പോകുന്നത്, കാറിലല്ല. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം നമ്മളെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, പോവാണ്. ആശ്വേ പോവല്ലേ? ചെക്ക റെഡിയാണ്, പോവല്ല? ഇപ്പോൾ ഇതാകണ്ടോ, ഞങ്ങളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പംകിൻ റെസ്റ്റോറൻറ്റ് അരീക്കോടാണ്. ഇതിപ്പം ഇവിടെ 11 മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ എത്തിയപ്പം 1 മണിൻ്റെ അടുത്തായിക്കണ്. 2 അവേഴ്സിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇതാ ആഷിഫിനെ പോലെ വിളിച്ചു നോക്കും. ഇവിടെ പുറത്തൊന്നും ആരും കാണാനില്ല. അപ്പം നമുക്ക് ഉള്ളിലൊന്ന് പോയി നോക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ. ആ ചെക്കന്മാരൊക്കെ അവിടെ സെറ്റാണ്. അതൊക്കെ നമ്മുടെ ക്ലാസ്സിലെ ടീമാണല്ലോ. ശില്പ നമ്മുടെ ക്ലാസ്സിലെ മെയിൻ പഠിപ്പിച്ചാണ്. എല്ലാവരും കേട്ടോ. എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയാൻ വന്നത്? പറഞ്ഞു എന്നെ കുറിച്ച്. അവന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പറയണ്ട എന്തെങ്കിലും. ഹലോ ബോയ്സ്,
മെമ്പേഴ്സ് ആണ് ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയ അത് ഫായിസ് എങ്ങനെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും നല്ല വാക്ക് ഞാൻ പറയാ ഇവനെ ഭയങ്കര പഠിപ്പായിട്ട് നമ്മളെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയാണ്. ബെസ്റ്റ് സ്റ്റുഡന്റ് കോളേജിൽ നിന്ന് നല്ലൊരു അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ജേതാവാണ്, നല്ലൊരു സ്റ്റുഡന്റ്. വേറൊരു കാര്യം പറയാനുള്ളത് ഈ പരിപാടിന്റെ മുഖ്യ ചെലവ് നിർവഹിക്കുന്നവനാട്ടോ. ഈ പരിപാടി ഇവരാട്ടോ കുറേ കാലമായി ഇവർ പറയുന്നു. ഓരോരുത്തരുടെ തിരക്ക് കാരണം എന്താ അവർ രണ്ടാളും ഈ പരിപാടി ഉണ്ടാകാനുള്ള മെയിൻ കാരണം. അപ്പോൾ നസീബ് എന്താണ് എന്താ പറയുക, ലോക്ക്ഡൗണിന് വേണ്ടി ഒരുപാട് കാലമായി എല്ലാവരും ഒന്ന് കൂടിയിട്ട്, അപ്പോൾ എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ എല്ലാവരും മാനിച്ചുകൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണം പലർക്കും പല പരിപാടികളുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് കഴിയൂല. അപ്പോൾ മാക്സിമം ആൾക്കാർ റെഡി ആക്കിയാണ്ടുള്ള ഒരു പരിപാടി അത്ര ഉദ്ദേശിക്കില്ല. എല്ലാവരും സന്തോഷിക്കുക, അത്ര മാത്രം. എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുക, അത്ര ഉദ്ദേശിക്കുക. ഒന്നും പറയാല്ല, അടിപൊളി പരിപാടി, അത്രേ ഉള്ളൂ. ഒന്നും പറയാല്ല, ഇതൊന്ന് പോയാ അവരൊക്കെ നമ്മുടെ ക്ലാസ്സിലെ ശംഖ് ഫ്രണ്ട്സ് ആണല്ലോ. ഇതാക്കണേ ഇവരിതാകണേ ഇവര് എന്നെ കുറിച്ച് എന്തൊക്കെ പൊക്കി പറയാനൊക്കെ വന്നതാണ്. എന്താ തുടങ്ങിക്കോളൂ. അടുത്ത പരിപാടി എന്താ? ആവേശമുള്ള ഒരു പരിപാടിയാണല്ലേ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാണ്. ഇത് കഴിച്ചിട്ട് ബാക്കിയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞത് അവിടെ ഭക്ഷണം കഴിക്കുന്നൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഫുള്ള് ക്രൗഡാണ്, നല്ല സൗണ്ടാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആശുപ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യും പരിപാടി. 3 മണിയാകുമ്പോഴേക്കും പരിപാടി കഴിയാനാണ് പ്ലാനിങ്. അപ്പോൾ നമുക്ക് അത് Yeah.
ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.